IT കമ്പനിയുടെ പ്ലാറ്റ്ഫോമുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതം വിജയിക്കുന്നതിന് വേണ്ടിയിട്ട്, നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ കൂടെ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ IT കമ്പനിയുടെ 2 പ്രോഡക്റ്റുകളുണ്ട്, 2 പ്ലാറ്റ്ഫോമുകളുണ്ട്. പ്രോഡക്റ്റ് എന്നുള്ളത് നമ്മൾ സേവ് ആപ്പ് എന്നുള്ള ഒരു വേർഷൻ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. അതിന്റെ 2 വേർഷൻ വരും. ഇപ്പൊ ഒരു വേർഷൻ ആയിട്ടുള്ള ഒരു പോപ്പുലർ വേർഷൻ ഉണ്ട്. ഇതിന്റെ ഡീലക്സ് വേർഷൻ നമ്മൾ തന്നെ ലോഞ്ച് ചെയ്യും. ആ 2 വേർഷൻ നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കും. ആ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുന്ന ഒരു പാസീവ് ഇൻകം കിട്ടുന്ന ഒരു നെറ്റ്വർക്ക് സിസ്റ്റം ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കമ്പനി ക്രെഡിബിൾ ആണ്. സേവ് ആപ്പ് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇതിൽ മിക്ക ആൾക്കാരും സേവ് ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ആരൊക്കെയാണ് ഉപയോഗിക്കാത്ത ആൾക്കാര്? സേവ് ആപ്പ് യൂസ് ചെയ്യാത്ത ആൾക്കാര്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ട്രെയിനിങ്ങിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാ മോർണിംഗ് മീറ്റിങ്ങിലൊക്കെ ട്രെയിനിങ് ഉണ്ട്, പല മോർണിംഗ് മീറ്റിങ്ങിലുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, അതെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ റീചാർജിന് പോലും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ സേവ് ആപ്പ് ഉള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്. നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു നെറ്റ്വർക്ക് സിസ്റ്റത്തോടെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ്. അപ്പോ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള കമ്പനി, ആ ക്രെഡിബിൾ ആയിട്ടുള്ള കമ്പനിയുടെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ്. എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങള്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങള് സംഭവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ആ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് മാക്സിമം ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ 3 പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. ഒന്ന്, നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ആ ഒരു സെയിൽസ് പ്രോസസ്, നമ്മുടെ സേവ് ആപ്പിന്റെ മാർക്കറ്റിംഗ്, അത് നെറ്റ്വർക്ക് ചെയ്ത് കിട്ടുമ്പോഴുള്ള വരുമാനം. രണ്ടാമത്തേതാണ് നമ്മുടെ അതിലുള്ള സർവീസുകൾ നമുക്ക് അവൈൽ ചെയ്യാം, ആ സർവീസുകൾ ചെയ്യുമ്പോഴുള്ള വരുമാനം. മൂന്നാമത്താണ് നമുക്ക് സേവ് കാർഡ്. ഈ 3 പ്രോജക്റ്റും ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഒറ്റ രജിസ്ട്രേഷൻ മതി. ഒറ്റ രജിസ്ട്രേഷൻ, ഒറ്റ KYC, ഒറ്റ ബാങ്ക് അക്കൗണ്ട്. നിങ്ങളുടെ ഈ 3 പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് വരുമാനം നമ്മുടെ ഒറ്റ ഇതിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മൾട്ടിപ്പിൾ കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല, മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യമില്ല. ഒറ്റ രജിസ്ട്രേഷൻ ചെയ്താൽ മതി. മൾട്ടിപ്പിൾ കമ്പനിയിൽ ജോയിൻ ചെയ്ത് നമുക്ക് ഫീൽ ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് വരുമാനം നോക്കാം. വരുമാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 സോഴ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം നോക്കി നോക്കും. ഫസ്റ്റ് സോഴ്സ് നമ്മുടെ ഈ സേവ് ആപ്പ് മാർക്കറ്റിംഗ്. ഓക്കെ, ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ 2 പേരെ റെഫർ ചെയ്യുന്നു. ആ 2 പേര് അത് ആക്ടിവേഷൻ ചെയ്യുന്നു, സേവ് ആപ്പ് പർച്ചേസ് ചെയ്യുന്നു. ആ 2 പേര് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 800 രൂപ നമുക്ക് റെഫറൽ ഇൻകം ഒരേ റെഫറിന് കിട്ടും. 2 പേരെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് 800 രൂപ വെച്ചിട്ട് 1600 രൂപ കിട്ടും. അപ്പൊ ഇതിന്റെ കോസ്റ്റ് എത്രയാണ്? നമുക്ക് അത് മാർക്കറ്റ് നമുക്ക് ഒരു ആക്ടിവേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 4000 പ്ലസ് GST അല്ല, 4719 രൂപയാണ് ഒരു വൺ ടൈം കോസ്റ്റ്. മൂന്നാമത് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട, റീപർച്ചേസ് ആവശ്യമില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ്. ഇതില് നമ്മൾ വൺ ടൈം അത് നമ്മൾ ആക്ടിവേഷൻ ചെയ്തു, നമ്മൾ 2 പേർക്ക് റെഫർ ചെയ്തു, അവരത് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 800 രൂപ നമുക്ക് റെഫറൽ ബോണസ് ആയിട്ട് നമുക്ക് ഓരോ വ്യക്തിയും കിട്ടും. അവർ 2 പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ടീം സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് 800 രൂപ റെഫറൽ വെച്ചിട്ട് 1600 രൂപ കിട്ടും.
13 ലെവലുണ്ട്. ആ 13 ലെവലിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും. അപ്പൊ നമ്മൾ രണ്ടുപേരെ റഫ് ചെയ്ത് കഴിഞ്ഞാൽ 800+800 ഫസ്റ്റ് ലെവൽ ഇൻകം ആയിട്ടുള്ള 50+50 850 രൂപ നമുക്ക് ഡയറക്റ്റ് കമ്മീഷൻ ആയിട്ട് കിട്ടും. ഇതിന് പുറമെ നമ്മൾ ആ രണ്ട് വ്യക്തികളെ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ രണ്ട് സൈഡാണെന്ന് വിചാരിക്കുക, ലെഫ്റ്റിലും റൈറ്റും ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈഡ് പവർ ഉണ്ട് എന്ന് വിചാരിക്കുക, അപ്പൊ നമ്മൾ ഒരു സൈഡിൽ മാത്രമേ ഇടാം. അത് നമ്മുടെ ലോജിക്ക് അനുസരിച്ച് ചെയ്യാം. ഇപ്പൊ നമ്മൾ ബേസിക്കലി നമ്മൾ രണ്ടുപേര് അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഷെയർ ചെയ്ത് റഫർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, റൈറ്റിലും ലെഫ്റ്റിലും. ഇതൊരു ബൈനറി പ്ലാനും കൂടിയാണ്, ഇതൊരു ഹൈബ്രിഡ് പ്ലാനാണ്. ഇതിൽ റഫറൽ ലിങ്ക് ഉണ്ട്, ലെവലിംഗ് ഉണ്ട്, ബൈനറി ഉണ്ട്, ബൈനറി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള പ്രോഗ്രാമുകൾ. അപ്പൊ നമ്മൾ രണ്ടുപേരെ നമ്മൾ റൈറ്റ് ലെഫ്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 400 രൂപ നമുക്ക് ബൈനറി ഇൻകം ആയിട്ട് കിട്ടും. അപ്പോ രണ്ടുപേര് നമ്മുടെ ടീമിൽ വരുമ്പോ തന്നെ നമുക്ക് 1800+100+400 2100 രൂപ നമുക്ക് അന്നേ ദിവസം തന്നെ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഡേയിൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു പ്രീമിയം മെമ്പർ ആവുകയാണെന്ന് വിചാരിക്കുക. സേവ് കാർഡിൽ നിന്ന് ഒരു 10,000 രൂപയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചുകൊണ്ട് നമ്മളൊരു ഒരു പ്രീമിയം മെമ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പെയർ മാച്ച് ചെയ്യുന്നതിന് പകരം 2 പെയർ മാച്ച് ചെയ്യുന്നതിന്റെ ഉണ്ടാവും. പെയർ മാച്ചിങ് നമുക്ക് നമ്മുടെ റാങ്കുകൾ നമുക്ക് ഇരട്ടി സ്പീഡിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന് മൂന്നാമത്തെ ഇൻകമാണ് നമുക്ക് റഫർ ലിങ്ക് കഴിഞ്ഞു, ബൈനറി ഇൻകം കഴിഞ്ഞു, ലെവൽ ലിങ്ക് കഴിഞ്ഞു. നാലാമത്തെ ഇൻകമാണ് നമുക്ക് റാങ്ക്സ് ആൻഡ് ഇൻസെന്റീവ്സ്. ഇവിടെ നമുക്ക് 14 റാങ്കിലായിട്ട് ഒരു 10 കോടിയുടെ ഇൻസെന്റീവ് ഉണ്ട്. ഫസ്റ്റ് റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് 4 പേര് മാച്ച് ചെയ്യുമ്പോൾ, നമ്മൾ 2 പേരെ റഫർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ 2 പേര് മാച്ച് ചെയ്ത് കഴിഞ്ഞു, ഒരു പേര് മാച്ച് ചെയ്ത് കഴിഞ്ഞു, പിന്നെ 2 പേര് മാച്ച് ചെയ്തു, 3 പേര് മാച്ച് ചെയ്തു, 4 പേര് മാച്ച് ചെയ്തു. അങ്ങനെ മാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫസ്റ്റ് റാങ്ക് അച്ചീവ് ചെയ്തു, നമ്മൾ റാങ്കിങ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമുക്ക് 18 പേര് കൂടി മാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ 12 പേര് മാച്ച് ചെയ്യുമ്പോൾ അടുത്ത റാങ്കിലേക്ക് നമ്മൾ എത്തി. പിന്നെ 30 പേര് മാച്ച് ചെയ്യുമ്പോൾ അടുത്ത റാങ്ക്. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ മാച്ചിങ്ങിന്റെ മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇൻസെന്റീവുകളാണ്. ആ ഇൻസെന്റീവ് നേടുന്നതിനൊപ്പം തന്നെ നമ്മുടെ ടീമുകളുടെ എക്സ്പാൻഷൻ നടക്കും. ഇത് നമുക്കൊരു 10 കോടി രൂപയുള്ള ഇൻസെന്റീവ്സ് ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ഇൻകം എന്ന് പറയുന്നത്. നമ്മുടെ ബേസിക് ഇൻകം എന്ന് പറയുന്നത് റഫറൽ ഇൻകം, ലെവൽ ഇൻകം, ബൈനറി, ഇൻസെന്റീവ്. ഇത് നമ്മൾ ആദ്യത്തെ പ്ലാറ്റ്ഫോം, ഈ നമ്പർ നോക്കണ്ട, ഈ ആദ്യത്തെ പ്ലാറ്റ്ഫോമിൽ കിട്ടുക. ഇതിന് പുറമെ ഇതാണ് നമ്മുടെ ആക്ച്വൽ നെറ്റ്വർക്ക്. നമ്മളൊരു ആപ്പ് സെയിൽ ചെയ്യുന്നു, ആ ആപ്പിനെ സെയിൽ ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. നമുക്ക് 13 ലെവലിൽ നിന്ന് ഒരു അൺലിമിറ്റഡ് വരുമാനം ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് 14 റാങ്ക് ഉണ്ട്. 14 റാങ്കിൽ നിന്ന് നമുക്ക് 10 കോടി രൂപ വരുമാനം ഉണ്ടാക്കാം. നമുക്ക് ബൈനറി ഒരു 3 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ബൈനറിയാണ്. മിനിമം 3 ലക്ഷം രൂപ പെർ മന്ത് നമുക്ക് ഗെയിൻ ചെയ്യാം. പെർ ഡേ 10,000 രൂപ നമുക്ക് ഗെയിൻ ചെയ്യാം ഒരു സിംഗിൾ ഐ ഡി. ഇതിനാകെ നമുക്ക് മുടക്കി വരുന്നത് എത്രയാണ്? 4000+ GST. ഒരു ആപ്പ് വാങ്ങിക്കണം, അത് ലൈഫ് ടൈം ഉപയോഗിക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണ്, അത് ഉപയോഗിക്കണം. നമ്മുടെ മൊബൈലിനെ നമുക്കൊരു മണി മേക്കിംഗ് മെഷീനാക്കി മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ആ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, മൊബൈലാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, മൊബൈലാണ് നമ്മുടെ ഫാക്ടറി, മൊബൈലാണ് നമ്മുടെ മാള്, എല്ലാം നമ്മുടെ മൊബൈലിലുണ്ട്. ഈ മൊബൈലിനെ നമുക്കൊരു മണി മേക്കിംഗ് മെഷീനാക്കി മാറ്റാം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഈ ബേസ് പ്ലാൻ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടീം ബിൽഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരു ഐഡിയ ആക്ടിവേഷൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. 4000 രൂപ പ്ലസ് GST ആണ്. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഉപയോഗിക്കണം. ഇതൊരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനും കൂടിയാണ്. അപ്പൊ ഫാമിലിയിലുള്ള എല്ലാവരും അത് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ
നമുക്കൊരു ഫാമിലി യൂസറായിട്ട് മാറാം. ഒരു 3 ആപ്ലിക്കേഷൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫാമിലി യൂസറായിട്ട് മാറാം. ഒരു 3 ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാൻ എത്രയാണ് കോസ്റ്റ് വരുന്നത്? 4000 × 3 12,000 പ്ലസ് GST 14,157 രൂപയാണ് വരുന്നത്. ഒരു വൺ ടൈം കോസ്റ്റ്. 3 ആപ്ലിക്കേഷൻ ഉണ്ട്, നമുക്ക് 3 ബിസിനസ് ID ഉണ്ട്. 3 ബിസിനസ് IDയിൽ നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ 3 ബിസിനസ് IDയിൽ നമുക്ക് ഡെയിലി 10,000 രൂപ വരെ നേടാനുള്ള ഒരു ഓപ്ഷനാണ് ഫാമിലി യൂസർ ആയി കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പൊ നമുക്കൊരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ആപ്പ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. ഡെയിലി 10,000 രൂപ വരെ നേടാം. ഈ പറയുന്ന ഇൻകം നേടാം. നമ്മളൊരു ഫാമിലി യൂസർ ആണെന്നുണ്ടെങ്കിൽ അത് 3 ഇരട്ടി സ്പീഡിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പ്ലസ് നമുക്ക് 3 ബിസിനസ് ID കിട്ടും. ഇതാണ് ഇതിന്റെ ഒരു ബേസ് പ്ലാൻ എന്ന് പറയുന്നത്, ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കണം. ഈ പാസീവ് ഇൻകം ഉണ്ടാക്കാനാണ് നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ നമ്മുടെ പ്ലാറ്റ്ഫോമുകൾ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ടീമിൽ നിന്ന് നമ്മൾ അറിയാതെ കിട്ടുന്ന വരുമാനമാണ്. അതിൽ മറ്റുള്ള റീപർച്ചേസ് ഒന്നും പോസിബിൾ അല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ. കാരണം നമ്മുടെ അപ്ലിക്കേഷൻ ആണ്, ഇത് എല്ലാ മാസവും പർച്ചേസ് ചെയ്യാൻ പറയാൻ പറ്റില്ല. അപ്പൊ റീപർച്ചേസ് ഇല്ലാത്തൊരു പ്രോഗ്രാമാണ്. റീപർച്ചേസ് ഇല്ലാതെ തന്നെ നമുക്ക് വരുമാനം കിട്ടുന്ന മൾട്ടിപ്പിൾ പ്രോഡക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന രണ്ട് പ്ലാറ്റ്ഫോമാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. ഇവിടെ ടീം ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റെഗുലർ ഇൻകത്തിന് പുറമെ, ബേസിക് ഇൻകത്തിന് പുറമെ നമുക്ക് ലീഡർഷിപ്പ് ബോണസുകളുണ്ട്, നമ്മൾ ക്ലബ് ബോണസുകളുണ്ട്. നമ്മൾ ടീം ബിൽഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ബൈനറിയുടെ 50% വരെ എക്സ്ട്രാ കിട്ടും. 3 ലക്ഷം എന്നുള്ളത് 4 ലക്ഷം രൂപ വരെ എത്തിക്കാം. ഡെയിലി 10,000 രൂപ വരെ എന്നുള്ളത് 15,000 രൂപ വരെ എത്തിക്കാം. അതിന് നമുക്ക് ക്ലബ് ബോണസുകൾ എലിജിബിൾ ആണ്. ക്ലബ് ബോണസുകൾ നേടാൻ നമ്മൾ എന്താ വേണ്ടേ? നമ്മുടെ ഡൗൺലൈനിൽ വരുന്ന ആൾക്കാരെ നമ്മൾ പതുക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, ഫോർത്ത് റാങ്ക്, ഫിഫ്ത് റാങ്ക്, 5ാമത്തെ റാങ്ക് വരെ നമ്മുടെ ഡയറക്റ്റ് വരുന്ന 2 പേര് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലബ് ബോണസുകൾ 50% കിട്ടും. ഇതൊരു ലീഡർഷിപ്പ് ബോണസാണ്. രണ്ടാമത്തെ ലീഡർഷിപ്പ് ബോണസാണ് CCM. നമ്മൾ CCM മെമ്പർ ആവുക. CCM മെമ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഗുണം? നമുക്ക് നമ്മുടെ ഈ 3 പ്ലാറ്റ്ഫോമിൽ നിന്നും വരുമാനം കിട്ടും. ഒരു അഡീഷണൽ CCM ബോണസ് കിട്ടും. നമ്മുടെ വരുമാനത്തിന്റെ തന്നെ 5% എക്സ്ട്രാ നമുക്ക് CCM ബോണസ് ആയിട്ട് കിട്ടും. അതിന് പുറമെ ഈ 2 പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് 10% വെച്ച് വീതം നമ്മൾ കിട്ടുന്നത് CCM മെമ്പേഴ്സിനാണ്. അപ്പൊ CCM ബോണസ് കിട്ടും. അതുപോലെ DCM ബോണസ് കിട്ടും. കമ്പനിയുടെ ഓണർഷിപ്പിലേക്ക് വരെ എത്താനുള്ള ഷെയർ ഹോൾഡർ വരെ എത്താനുള്ള ഓപ്പർച്യൂണിറ്റി CCM മെമ്പേഴ്സിനുണ്ട്. അപ്പൊ നമ്മൾ CCM മെമ്പർ ആവുക. CCM മെമ്പർ ആവണമെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ എന്താണ്? നമ്മളൊരു ഫാമിലി പാക്ക് ആക്ടിവേഷൻ ചെയ്യുക, നമ്മുടെ വീടുകളിൽ അത് ഉപയോഗിക്കുക. 3 ബിസിനസ് ID കിട്ടും. ആ 3 ബിസിനസ് IDയിൽ നിന്നും 15,000 രൂപ ഡെയിലി കിട്ടുന്ന ഒരു ഇൻകം പ്ലാൻ ഉണ്ട്. അത് നമ്മൾ അവൈൽ ചെയ്യുക. അതിനൊപ്പം തന്നെ ഈ 3 ഫാമിലി പാക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഫാമിലി പാക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CCM മെമ്പറായി. ആ CCM മെമ്പറായി കിട്ടുമ്പോൾ ബെനിഫിറ്റുകളാണ് നേരത്തെ പറഞ്ഞത്. നമ്മുടെ തന്നെ വരുമാനത്തിന്റെ 5% എക്സ്ട്രാ കിട്ടും. അതുപോലെ തന്നെ മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ഇയർലി മന്ത്ലി ഒക്കെ ഡിവൈഡ് ചെയ്യുന്ന CCM ബോണസുകൾ. കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് DCM ആവാം. DCM ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവാം. ഈവൻ നമുക്ക് ഡയറക്റ്റ് ബോർഡിലേക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ CCM ആവണം. ഇതിന് പുറമെ നമുക്ക് നമ്മുടെ സേഫ് കാർട്ട് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഒരു മൾട്ടി വെന്റേഡ് ആയിട്ടുള്ള മൾട്ടി പ്രോഡക്റ്റുകൾ സെല് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അതിന് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ വെക്കാം, പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാം, നമുക്കൊരു വെൻഡർ ആവാം. അപ്പൊ നമുക്ക് അന്ന് ഒരു വെൻഡർ മാർജിനും അവൈലബിൾ ആവും.
ഇതെല്ലാം നമുക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഒരു വെണ്ടർ ആവണമെന്നുണ്ടെങ്കിലും കമ്പനിയുടെ ഡാഷ്ബോർഡിലും ഷെയർ ബോർഡിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു GCM മെമ്പർ ആവണം. GCM മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മളൊരു ഫാമിലി പാക്ക് നമ്മൾ ആക്ടിവേഷൻ ചെയ്യണം. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ 10 ഫാമിലി പാക്ക് സെയിലിംഗ് വേണം. നിങ്ങളുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും നമുക്ക് സെല് ചെയ്യാം. ഓക്കെ. അതുപോലെ നമുക്ക് നോൺ വർക്കിംഗ് ഉണ്ട്. ഒരു ഫാമിലി മെമ്പർ ആവുന്ന വ്യക്തികൾക്ക് നോൺ വർക്കിംഗ് ഇൻകം 3,12,000 രൂപ നമുക്ക് ഒരു നോൺ വർക്കിംഗ് ഇൻകം ആയിട്ട് കിട്ടും. കമ്പനിയുടെ ഈ 3 പ്ലാറ്റ്ഫോമുകൾ നോക്കുമ്പോൾ ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. എല്ലാ കാലത്തും ഡെവലപ്പ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ്. നമ്മൾ ഇതിന്റെ ഈ കമ്പനിയുടെ ഗ്രോത്ത് അനുസരിച്ച് നമ്മുടെ സീനിയോറിറ്റി അനുസരിച്ച് നമ്മൾ ഫാമിലി പാക്ക് എടുക്കുമ്പോൾ നമ്മൾ സിംഗിൾ ലൈൻ ക്യൂവിൽ വരുന്നു. ഇൻ കേസ് നമുക്ക് നമ്മുടെ ക്യൂ വളരുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനം കിട്ടും. അപ്പൊ ഇവിടെ സീനിയോറിറ്റിക്ക് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. ടൈമിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. നമ്മൾ ഇന്ന് GCM മെമ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീനിയോറിറ്റി ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ നാളെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നില് കുറെ ആൾക്കാർ കയറി വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ സീനിയോറിറ്റി അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഇൻകമാണ് നമ്മുടെ ഓട്ടോപൂൾ ഇൻകം. ഇത് 3,12,000 രൂപ 3 പൂളിലായിട്ട് 3,12,000 രൂപ നമുക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ഫ്യൂച്ചർ ഇൻകം. അപ്പൊ ഇതെല്ലാം നമുക്ക് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്നതാണ്. റഫറൽ ഇൻകം, ബൈനറി ഇൻകം, ലെവൽ ഇൻകം, അതുപോലെ റാങ്ക് ആൻഡ് ഇൻസെന്റീവ്, 4 ബേസിക് പ്ലാനുകൾ. അതിന്റെ ഒപ്പം തന്നെ ലീഡർഷിപ്പ് ബോണസുകൾ, നമ്മുടെ ടീം ബിൽഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലീഡർഷിപ്പ് ബോണസുകൾ. അതിന്റെ ഒപ്പം തന്നെ ഒരു നോൺ വർക്കിംഗ് ഇൻകം. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമാണ് ഇതില് നമ്മുടെ സേവ് ആപ്പിൽ വരുന്ന റീചാർജുകൾ, അതുപോലെ മറ്റുള്ള സർവീസുകളും ഇനി ആഡ് ഓൺ സർവീസുകൾ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഇതിനുള്ള വരുമാനം കമ്പനിക്ക് കിട്ടുന്ന വരുമാനം ഷെയർ ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഫാസ്റ്റ് ടാഗ് എടുക്കുമ്പോൾ അതുപോലെ എന്ത് സർവീസുകൾ അവൈൽ ചെയ്യണമെങ്കിൽ കമ്പനിക്ക് ചെറിയൊരു എമൗണ്ട് നമുക്ക് കിട്ടും. ആ എമൗണ്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് 20 ലെവലിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കമ്പനിക്ക് കിട്ടുന്നതിന്റെ 2 ഇൻകാണ് അതിലുള്ളത്. ഒന്ന് ക്യാഷ് ബാക്ക് കിട്ടും. നമ്മൾ എത്ര രൂപയ്ക്കാണ് ചെയ്യുന്നത് അതിന് കമ്പനിക്ക് എന്ത് വരുമാനം ഉണ്ടോ അതിന്റെ 20% നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അതിന് പുറമെ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് 20 ലെവലിൽ നിന്ന് നമുക്ക് അൺലിമിറ്റഡ് ഇൻകം കിട്ടും. എപ്പോഴൊക്കെ ഫാസ്റ്റ് ടാഗ് എടുക്കുന്നു അപ്പോഴും നമുക്ക് പൈസ കിട്ടും. നമ്മുടെ ഡൗൺലൈനിൽ ആര് ഫാസ്റ്റ് ടാഗ് എടുത്തിട്ടുണ്ടെങ്കിലും, ആര് ഫോൺ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിലും, ആര് ഇലക്ട്രിസിറ്റി അടച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഇതിൽ നമ്മൾ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് റീചാർജ് മാത്രമാണ്. ഇനി നമുക്ക് മറ്റുള്ള സർവീസുകളൊക്കെ ആഡ് ചെയ്യും. ഇതാണ് നമ്മുടെ സർവീസ്. ഇത് സേവ് ആപ്പിൽ ഉള്ള ഫീച്ചേഴ്സ് ആണ്. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഇ കൊമേഴ്സ്. നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന സേവ് കാർട്ട് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ. ഇത് ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഇതിൽ പല വിധത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ്. ആ പ്രൊഡക്റ്റുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാം. ആ പ്രൊഡക്റ്റുകൾ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം കിട്ടും. ഒറ്റ സിംഗിൾ ആക്ടിവേഷനാണ് നമുക്ക് ഈ വരുമാനം കിട്ടുന്നത്. ഇവിടെ നമുക്ക് കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 3% വരെ നമ്മൾ ലെവലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. ഒരു ഫാമിലി യൂസർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 3% വരെ 20 ലെവലിൽ നിന്ന് കിട്ടും. അതിന് പുറമെ നമ്മൾ ഡയറക്റ്റ് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരോ എന്തെല്ലാം എപ്പോഴൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടോ അതിന്റെ 20% നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ റഫറൽ ബോണസ് ഉണ്ട്. അത് 20%. അത് ഡയറക്റ്റ് റഫറൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ എന്തൊക്കെ സാധനം എപ്പോഴൊക്കെ വാങ്ങിക്കുന്നുണ്ടോ അപ്പൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഈ റഫറൽ ബോണസ്. കാരണം മാക്സിമം ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരെ കൊണ്ട് ഈ പ്രൊഡക്റ്റുകൾ വാങ്ങിപ്പിക്കുക. നമ്മൾ റഫറൽ ബോണസ് തന്നെ നമുക്ക് എല്ലാ കാലത്തും കിട്ടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ ഇൻകാണ് അതില് ലെവൽ ഇൻകം. 20 ലെവലിലായിട്ട് നമുക്ക് 3% വീതം പെർ ലെവലിൽ നിന്ന് കിട്ടുന്ന ഒരു അൺലിമിറ്റഡ് ഇൻകാണ്. ഈ 2 പ്ലാറ്റ്ഫോമിനും 10% നേരത്തെ പറഞ്ഞ GCM ലീഡേഴ്സിനും മാറ്റി വെക്കുന്നുണ്ട്.
അങ്ങനെ കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 90% വരെ 3 പ്ലാറ്റ്ഫോമിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ആണ്. ഇത് നമുക്ക് വലിയ രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ 2 പേർക്കോ 4 പേർക്കോ 10 പേർക്കോ എത്ര പേർക്ക് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമോ അത്ര പേർക്ക് കൊടുക്കാം. 10 പേർക്ക് ഡയറക്റ്റ് കൊടുത്ത് അവർ ഫാമിലി യൂസർ ആവുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? നമ്മൾ CCM മെമ്പറായി. ഈ 10 പേര് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് റെഫറൽ ബോണസ് കിട്ടും. അവരെന്തൊക്കെ എപ്പോഴൊക്കെ വാങ്ങിക്കുമ്പോഴും നമുക്ക് റെഫറൽ ബോണസ് കിട്ടും. അപ്പൊ ഒരു CCM മെമ്പേഴ്സിന് നോക്കൂ, അവർക്ക് ഒരു 10 നമുക്കറിയാം 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ പോവുകയാണെങ്കിൽ തന്നെ നെറ്റ്വർക്കിന്റെ സ്ട്രെങ്ത് നമുക്കറിയാം. 20 ലെവലിൽ നിന്നാണ് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ പോകുമ്പോൾ. ഒരുപക്ഷെ നമ്മൾ ഈ CCM മെമ്പർമാരായി 10 റെഫറലിൽ കൂടിയാണ് ഈ ബിസിനസ് പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വോളിയം എന്തായിരിക്കും? എത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താം? അപ്പൊ ഈ 3 പ്ലാറ്റ്ഫോമുകൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന വിധത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 27 വർഷം കഴിഞ്ഞിരിക്കുന്ന ഒരു കമ്പനിയുടെ 28 വർഷത്തേക്ക് 28ാമത്തെ വർഷത്തേക്ക് മൂവ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയുടെ ഒരു പ്രോഗ്രാം വളരെ വൈഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന, അത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം, ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം. ഒറ്റ സോഴ്സ് എന്നല്ല, പല സോഴ്സസ്. നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇൻകം കിട്ടുന്നതാണ്. പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ, പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ റീചാർജ് ചെയ്യുമ്പോൾ, നമ്മുടെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അപ്പൊ ഒരു റിയൽ നെറ്റ്വർക്ക് ആണ്. ഇതാണ് ഒരു പാസീവ് ഇൻകം നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി എത്ര കണ്ട് വലുതാവുന്നു അത്ര കണ്ട് നമുക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ സ്പെസിഫിക് ആണ്. നമ്മൾ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാം. ഈ ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി കൂടി ഇപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് 2026 ഓണം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. നമ്മൾ 2026 എത്തുമ്പോഴേക്കും നമ്മുടെ ടീം ബിൽഡ് ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള പാസീവ് ഉണ്ടാകും. ഈ 2026 വരെയുള്ള ഗ്യാപ്പില് നമ്മൾ ഒരു 50 ഗെയിമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഈ 50 ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ടാറ്റ സഫാരി അടക്കം സ്വന്തമാക്കാനുള്ള ഒരു പ്രൊമോഷൻ സ്കീമാണ്. അപ്പൊ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആൾക്കാർ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും എത്താൻ പറ്റാത്ത ആൾക്കാർ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ ഈ ടീമിൽ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവർ ചോദിച്ച് മനസ്സിലാക്കുക. അതിനു വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ സൂം മീറ്റിംഗ് 11 മണിക്കുണ്ട്.